ഹായ്, നമുക്ക് നാടൻ മധുരക്കിഴങ്ങും അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളി കഴിച്ചെല്ലാം കഴിച്ച് നോക്കിയാലോ. അത് നമ്മുടെ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന മോഡലോ. അതിനായിട്ട് ആദ്യം മധുരക്കിഴങ്ങ് കഴുകിയിട്ട് അതിൻ്റെ ഇത്തിരി അഴുക്കുള്ള ഭാഗമല്ല, അറ്റത്തെ ഇത് പൊടിയൊക്കെ പിടിച്ച് അത് കഴുകിയാലും പോകത്തില്ല, ആ ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് അതൊരു കഷ്ണമാക്കിയിട്ട് എടുക്കുക. ഭയങ്കര ചെറിയ കഷ്ണമാണെങ്കിൽ നമ്മളത് മുറിച്ച് പിന്നെ വീണ്ടും ചെറുതാക്കണ്ട. എന്ന് വെച്ചാൽ അത്യാവശ്യം വലുതല്ലെങ്കിൽ അത് പുഴുങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ 2 ചെറിയ കഷ്ണം മധുരക്കിഴങ്ങും ഒരു വലിയ മധുരക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത്. ആ വലിയ മധുരക്കിഴങ്ങ് അത്യാവശ്യം ചെറുതുമല്ല എന്നാൽ വലുതുമല്ലാത്ത കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു കുക്കറിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഞാൻ ഈ കുക്കർ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഈ കുക്കർ ഇത്തിരി ചെറുതാണ്. പക്ഷെ ഞാൻ വിചാരിച്ച ചിലപ്പോൾ എല്ലാം കൂടി കീറി പൊക്കോളും, മധുരക്കിഴങ്ങാണല്ലോ, കഷ്ണിറ്റൊക്കെ ആണല്ലോ. പക്ഷേ ഞാൻ ഇട്ട് നോക്കിയപ്പോഴേക്കും അതിൻ്റെ പകുതി പുറത്തോട്ട് ചാടിക്കിടക്കണം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വലിയ കുക്കർ എടുത്തിട്ട് അത് കഴുകി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഭാഗ്യത്തിന് ഈ കുക്കറിൽ എല്ലാ മധുരക്കിഴങ്ങും അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായി. സോ അതെടുത്ത് നമ്മൾ ഉപ്പിട്ട് വെള്ളമൊഴിച്ച് വെച്ചിട്ട്, പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ കുക്കർ മൂടുമ്പോൾ കുക്കറിൻ്റെ മൂടിക്കൂടി ഇതുപോലെ വെള്ളം ഒഴിച്ച് നോക്കണം. അല്ലെങ്കിൽ എന്നാലേ അതിൻ്റെ ഇടയിൽ കരടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയുള്ളൂ, അല്ലെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് കുക്കർ നേരെ അടുപ്പത്തോട്ട് കയറ്റി. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുള്ള ഉള്ളി അരിയാം. ഉള്ളി ശരിയാക്കിയിട്ട് അങ്ങനെ തന്നെ വേഗം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒന്നാമത്തെ വിസിൽ വന്നു, പിന്നെ രണ്ടാമത്തെ വിസിൽ വന്നു. നമ്മളതെല്ലാം അടിച്ച് താഴ്ത്തി അതിനുശേഷം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങി. അതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ഇടുക. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഓർത്തതല്ല, അമ്മയാണ് പറഞ്ഞത്, ഈ സാധനത്തിൽ ഇട്ടാൽ നമുക്ക് ഈ ചമ്മന്തി ഇളക്കി കുത്തി ഇളക്കണം നന്നായിട്ട്, അത് ഇളക്കാൻ പറ്റില്ല. അപ്പം നമ്മളൊരു കുഞ്ഞ് ബൗൾ പോലത്തെ സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലോട്ട് മാറ്റി എല്ലാ സാധനവും. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ഒരു സ്പൂൺ ഉപ്പിട്ട്, ഞാൻ ഇപ്പം കാണിച്ച ഉപ്പും പിന്നെ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്, അതെടുക്കാൻ ഞാൻ വിട്ടുപോയി. എന്നിട്ട് അതിലോട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് ഞെരട്ടണം. അമ്മയുടെ കൈ പൊട്ടിരിക്കുന്നതാണ്, എൻ്റെയും കൈ പൊട്ടിരിക്കുന്നതാണ് ചെറുതായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ എരിയണം എന്നുള്ളത് കൊണ്ട് നമ്മൾ സ്പൂണ് കൊണ്ടാണ് കുത്തി ഇളക്കിയത്. അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഞെരുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോഴേക്കും ഞാൻ ചായയും വെച്ച് ഒരു ഗ്ലാസ് ചായ. അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ നിന്ന് കപ്പെടുത്ത്, അതാണ് ഈ കുക്കറാണെങ്കിൽ വന്നം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് മധുരക്കിഴങ്ങ് ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ്. ഞാൻ വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ എടുത്താൽ സുഖമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ എടുക്കാറ് സാധാരണ. പക്ഷേ ഈ മധുരക്കിഴങ്ങ് ഞാൻ ഇങ്ങനെ രണ്ടാമതെടുത്തപ്പോഴേക്കും അത് മൊത്തത്തിൽ പൊളിഞ്ഞു പോയി. എനിക്കൊന്ന് നന്നായിട്ട് വെന്ത് പോയെന്ന് തോന്നുന്നു, ഞാൻ 2 വിസിൽ കൊടുത്തപ്പോഴേക്കും. അതുകൊണ്ട് കുക്കറിൽ നിന്ന് എടുക്കാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ അതിലോട്ട് കുത്തി എടുക്കാനായിട്ട് നോക്കിയെങ്കിലും അതെടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ചൂട് വെള്ളമാണല്ലോ, അപ്പോൾ ഈ ചൂട് വെള്ളമെല്ലാം നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സുഖമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുക്കാൻ നോക്കി. എന്നിട്ടും നടക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ പയ്യെ ഊതി എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് ഊതിയിട്ട് എടുക്കുമ്പോഴും ഭയങ്കര പാടായിരുന്നു എടുക്കാനായിട്ട്. എനിക്ക് വലിയ കുക്കറായതുകൊണ്ടാണ് അത് പെട്ടെന്ന് ഇതാകാത്തത്. പൊങ്ങാനായിട്ട് സംഭവം. ചെറിയ കുക്കറാണെങ്കിൽ അത് സുഖമായിട്ട് എപ്പോഴും വെറുതെ ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് ഇടാറുണ്ട്. ഇത് ആവി ഉള്ളിലോട്ടിടുമ്പോൾ ആവി കയ്യിലടിച്ചുള്ളിട്ട് കൈ മൊത്തം പൊള്ളിപ്പോവായിരുന്നു. സോ നമ്മൾ സ്പൂണും കൊണ്ട് ആ പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം കൈ കൊണ്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വരുന്നുണ്ടായില്ല. അവസാനം പയ്യെ ആ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് പുറത്ത് ഒരു പാത്രത്തിലാക്കി വെച്ച്. പക്ഷേ നിങ്ങളെന്നോട് ക്ഷമിക്കണം, ഇത് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ഭയങ്കര വിശപ്പ് കാരണം അതെടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ പകുതി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കണം, അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ കഴിച്ച് കഴിയാറായപ്പോഴാണ് വീഡിയോ എടുത്തത്. പക്ഷെ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. വിശന്ന് പണ്ടറടങ്ങിയിരിക്കണമെങ്കിൽ ഒരു
10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് ഇത് 2 സാധനങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ഉള്ളി അയച്ചതും ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഈവനിങ് സ്നാക്കായിട്ടോ രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം. അത്രയ്ക്ക് ഇഷ്ടമാകും. കാശില്ലാത്തവർക്ക് വളരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ്. കപ്പയ്ക്കും അധികം വലിയില്ല, ഉള്ളിക്കും കുഴപ്പമില്ല. ഇത്തിരി മുളകും ഇത്തിരി ഉപ്പും ഇത്തിരി വെളിച്ചെണ്ണ മതി. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക.